നമസ്കാരം. എല്ലാവർക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയും. സോ ഐ ആം ഗ്രേഷ്മ DF വിത്ത് യു. ആൻഡ് അൺഅക്കാഡമിയിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ടായിരിക്കും. സിലബസ് വൈസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന കോഴ്സാണ് അൺഅക്കാഡമി ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. അപ്പോൾ അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലൈവ് ക്ലാസ്സസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസും ടീച്ചിങ് സ്കിൽസും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ആ സമയത്തിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ലാംഗ്വേജിലെ ക്ലാസ്സസിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എവിടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. Then you can interact with your educator while the class is going on. ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ എഡ്യൂക്കേറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. പിന്നെ ലൈവ് ആൻസർ പോളിനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് ഉണ്ട്. ഈ ടെസ്റ്റും ക്വിസും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടും. അതായത് ഏതൊക്കെ സബ്ജക്റ്റിലാണ് നിങ്ങൾ വീക്ക്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് സ്ട്രോങ്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു പഠന നിലവാരം സ്വയം മനസ്സിലാക്കാനും കുറച്ചുകൂടെ പഠനം മെച്ചപ്പെടുത്താനും സഹായിക്കും. PDFs ആൻഡ് അതർ ലേണിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓഡിയോ ആൻഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് PDFs വെച്ച് പഠിക്കാം. സോ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. റെഫറൽ കോഡ് മറക്കണ്ട, ഗ്രേഷ്മ എന്നാണ് റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ നമ്മൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് 10th ലെവൽ പ്രിലിമിനറി എക്സാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതാൻ പോകുന്ന പരീക്ഷ. PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഈ പരീക്ഷയ്ക്കുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവലും ഈ പരീക്ഷയ്ക്ക് കൂടുതലായിരിക്കും. സോ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായ സിലബസ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താലും ആദ്യം പഠിക്കേണ്ടത് സിലബസ് ആണ്. സോ ഈ വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ സിലബസ് കാണാതെ പഠിക്കുക. സിലബസ് പഠിച്ചതിന് ശേഷം അതിൽ ഓരോ ടോപ്പിക്കും പഠിക്കുക. വളരെ ചെറിയ സിലബസ് ആണ്. അതായത് സാധാരണ LDയുടെ LGSന്റെ ഒക്കെ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ കുറെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിനു ശേഷമുള്ള വളരെ ചെറിയൊരു സിലബസ് ആണിത്. ഈ സിലബസിലെ പോർഷൻസ് അത്രയും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10th ലെവൽ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് സിലബസ് നോക്കാം. സിലബസിൽ മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്ക് മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. പിന്നെ ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, തരംതിരിക്കൽ, ഒറ്റയാനെ കണ്ടെത്തൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇത്രയാണ് വരുന്നത്. പിന്നെ ഇത്തരം മെന്റൽ എബിലിറ്റി ആണ്. അടുത്ത മാത്സിൽ വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഖ LCMഉം HCFഉം, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇത്രയാണ് മാത്സിൽ വരുന്നത്. അപ്പോൾ വളരെ ചെറിയ സിലബസ് ആണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പോൾ മെന്റൽ എബിലിറ്റിയിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, തരംതിരിക്കൽ, ഒറ്റയാനെ കണ്ടെത്തൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം എന്നിവയാണ്. മാത്സില് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഖ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും എന്നിവയാണ്. അപ്പൊ അടുത്ത ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ ബയോളജിയിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നിവയാണ് പഠിക്കേണ്ടത്. അടുത്ത ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുമ്പോൾ
ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും, ധാതു ആണ്, അയിരുകളും ധാതുക്കളും, ഓക്കെ, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, ഊർജവും പ്രവൃത്തിയും, ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലവും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും ആണ് വരുന്നത്. അടുത്ത കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സും കേരള റിനൈസൻസും ആണ്. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാഹിത്യ സാമ്പത്തിക മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ, ഒരു പൗരന്റെ കടമകളും മൗലിക അവകാശങ്ങളും, ഇന്ത്യൻ ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. അപ്പൊ ഇത്രയുള്ളൂ, വളരെ ചെറിയൊരു സിലബസ് ആണ്. അപ്പൊ നിങ്ങൾ ഇനി പണ്ട് നമ്മൾ പഠിച്ചിരുന്ന പോലെ ഇന്ത്യ എടുത്തിട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കുറെ, കേരളം എടുത്തിട്ട് കേരളത്തിലെ ഓരോ ജില്ലകളും പ്രത്യേകിച്ച് കുറെ, പിന്നെ ഇന്ത്യൻ ഭരണഘടന ആദ്യം മുതൽ അവസാനം വരുന്ന ഭരണഘടനാ രൂപീകരണം തൊട്ട് അവസാനം വരെ കുറെ, അങ്ങനെ നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ കേരളം പ്രാചീന കാലം തൊട്ടുള്ളത് പഠിക്കും. അത്ര എന്നും നമ്മൾ പഠിക്കേണ്ട വളരെ ചെറിയൊരു സിലബസ് ആണ്. സോ നിങ്ങളുടെ ലക്ഷ്യം കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം പാസ്സാകുക എന്നതാണെങ്കിൽ നിങ്ങൾ വാരി വലിച്ചു പഠിക്കരുത്, ഇത്രയും പഠിച്ചാൽ മതി. മെയിൻസിന്റെ സിലബസ് വന്നിട്ടില്ല, ഇതിന്റെ മെയിൻസ് പരീക്ഷ സിലബസ് വരുമ്പോൾ നമുക്ക് നോക്കാം അതിൽ എന്താ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ളത് പഠിക്കാം. അപ്പൊ ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് അൺഅക്കാഡമി ആരംഭിച്ചു കഴിഞ്ഞു. സോ അൺഅക്കാഡമി ആപ്ലിക്കേഷനിലും ഈ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള നമ്മുടെ ചാനലിലും ആരംഭിച്ചു കഴിഞ്ഞു. സോ നിങ്ങൾ അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഗ്രേഷ്മ എന്നുള്ള റെഫറൽ കോഡ് കൊടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. സോ നമ്മളിപ്പോൾ നോക്കിയത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ആണ്. സോ സിലബസ് നന്നായിട്ട് നോക്കുക. നമ്മുടെ ചാനലിൽ ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ് വെച്ച് എല്ലാവരും പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സോ എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക് യു.